ജയസുരേഷ് സാർ, എങ്ങനെയാണ് ഇനി കൂട്ടിച്ചേർക്കാനുള്ളത്? വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ ഇപ്പോ രാമസിംഹൻജി ആയാലും ജാമിദ ടീച്ചർ ആയാലും ടച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഈ കരിപ്പൂർ എന്ന് പറയുന്ന ഈ എയർപോർട്ടും അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറം ആണെന്നുള്ളത് മാന്യപ്രേക്ഷകരിൽ ഒരുവിധം ആളുകൾക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഇന്നത്തെ ഒരു മഹത്വം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. ജയസുരൻ സാർ, അൺമ്യൂട്ട് ചെയ്യണേ സാർ. അതായത് കോഴിക്കോട് വിമാനത്താവളം കരിപ്പൂർ വിമാനത്താവളം എന്നൊക്കെ പേരിട്ട് വിളിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അത് മലപ്പുറത്താണ്. അതുപോലെ തന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി എന്ന് പറയും, മലപ്പുറത്താണ്. അങ്ങനെ മലപ്പുറത്തിന് സ്വന്തമാക്കി വെച്ചതിനെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെ പറയാനൊരു ഭയമുണ്ടായിരുന്നു, ജാള്യതയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. ഇപ്പോ അങ്ങനെ പറഞ്ഞാലാണ് വോട്ട് കിട്ടുന്നതെങ്കിൽ അങ്ങനെ പറയാൻ തയ്യാറാണ്, അങ്ങനെ പറയാവൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരികയാണ്. അതുപോലെ ഇപ്പോഴാണ് ഞാൻ ഈ DC ബുക്സിന്റെ മനംമാറ്റത്തെ കുറിച്ച് അറിഞ്ഞത്, ടീച്ചർ പറഞ്ഞപ്പോഴാണ്. അത് അതീവ ഗൗരവമുള്ള ഒരു വിഷയം. DC ബുക്സ് എങ്ങനെയാണ് സാഹിത്യ രംഗത്ത് പിടിച്ചു നിന്നത്, അതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ എന്ന് പറഞ്ഞാൽ കാരൂർ നീലകണ്ഠപിള്ളയും തകഴിയും അടക്കമുള്ള പഴയകാല തറവാട്ട് കാരണവന്മാർ, സാഹിത്യ തറവാട്ട് കാരണവന്മാർ ജീവിതം കൊടുത്തുണ്ടാക്കി വെച്ച ആ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിനകത്ത് വളരെ ചെറിയൊരു റോള് വഹിച്ചിരുന്ന DC കിഴക്കേമുറി, അദ്ദേഹം ആ പേര് തന്നെ DC കിഴക്കേമുറി ആക്കുന്നതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. ഡൊമിനിക് കിഴക്കേമുറി എന്ന് പറഞ്ഞാൽ അന്ന് അത്ര ഒരു മാർക്കറ്റ് ഇല്ല. മാത്രമല്ല ഇദ്ദേഹം വലിയ എഴുത്തുകാരനുമല്ല. അങ്ങനെ DC ആയി. പിന്നെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ മൊത്തമായും വിഴുങ്ങി. ഇപ്പൊ സാഹിത്യ പ്രവർത്തക NBS ഇല്ല, ഇപ്പൊ DC മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയിൽ വന്നു. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കച്ചവട താല്പര്യം അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ മലബാറിൽ ഇത് വിൽക്കണമെങ്കിൽ, പുസ്തകം വിൽക്കണമെങ്കിൽ മലബാറിന്റെ ഉദ്ദേശങ്ങളെ, മനസ്സിനെ സംതൃപ്തിപ്പെടുത്തണം. അത്രേ ഉള്ളൂ. കച്ചവടം, പച്ചയായ കച്ചവടം, അത്രേ മാത്രമേ ഉള്ളൂ. ഈ കച്ചവട താല്പര്യം തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും എടുത്തണിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഇവിടെ ഒരുക്കി വെച്ച് അതല്ലാത്തതൊക്കെ വർഗീയമാണ് എന്ന് കൊണ്ടുവരികയാണ്. പഴയ കാലത്ത് ഈ ഹിന്ദു മതം ഉണ്ടായത് എങ്ങനെയാണെന്നൊരു കഥ പറയുന്നുണ്ട് സാധുശീലൻ പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു വലിയ തറവാട്, ചേരിക്കൽ എന്ന് പറയും, അതായത് തിരുവിതാംകൂർ ഭാഗത്ത് ചേരിക്കൽ എന്ന് പറയും. ആ ഒരു ഗ്രാമത്തിന്റെ ഒരു പകുതിയൊക്കെ വരും. ആ ഒരു പ്രദേശം മുഴുവൻ തറവാടിന്റെയാണ്. അപ്പോൾ അവിടെ ആനയുണ്ട്, പശുവുണ്ട്, ധാരാളം മൃഗങ്ങളും പക്ഷികളും ഉണ്ട്, പാടങ്ങളുണ്ട്, പറമ്പുകളുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാർഷിക മേഖലയിൽ സമൃദ്ധമായ വലിയ തറവാട്. ഈ തറവാട് അതുമായി ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാര് കുടിയാന്മാര് എന്നൊക്കെ പറയും, കുടികിടപ്പുകാര്, ധാരാളം പേര്. അപ്പോൾ അവരൊക്കെ ദൂരെ താമസിക്കാൻ പോയാൽ രാവിലെ വന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ്, ഇവരെയൊക്കെ കുടിയാന്മാരാക്കി തറവാടിൽ നിന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്തിൽ അവർ കുടില് കെട്ടി താമസിച്ചു. അങ്ങനെ കുടില് കെട്ടി താമസിക്കുന്ന സമയത്ത് എല്ലാ സമയത്തും ജോലിയില്ല. അപ്പൊ അല്ലാത്ത സമയത്ത് ഇവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ ആടിനെ വളർത്തി, പശുവിനെ വളർത്തി, കോഴിയെ വളർത്തി, പന്നിയെ വളർത്തി, പലതും ചെയ്തു. ആ സമയം ഈ മൃഗങ്ങളൊക്കെ ഒരാളിന്റെ അതിർത്തി കിടന്ന് അടുത്ത ആളിന്റെ അതിർത്തിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ചെറിയ വേലി കെട്ടി. അങ്ങനെ ചെറിയ വേലികൾ എല്ലാം കൂടി ചേർന്ന് ഒരു ദിവസം തറവാടുകാരനവർ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അദ്ദേഹം ഒരു വേലി കെട്ടാതെ തന്നെ അദ്ദേഹത്തിന് ചുറ്റും ഒരു വേലി ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ ചെറിയ വേലികളെല്ലാം കൂടെ ചേർന്ന് തറവാടിന് ചുറ്റും ഒരു വേലിയായി. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ ഈ പറഞ്ഞ രാജ്യവിരുദ്ധ താല്പര്യക്കാരെല്ലാവരും സംഘടിതമായ വോട്ട് ബാങ്ക് ഉണ്ടാക്കി, സംഘടിതമായ രീതിയിൽ MLA-മാരെയും MP-മാരെയും മന്ത്രിമാരെയും വിലപേശി വാങ്ങിച്ച് ബിസിനസ്, കൃഷി, വ്യവസായം, ഇങ്ങനെ സകല മേഖലകളും എടുത്ത് ഇപ്പോൾ അവസാനം സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, മെഡിക്കൽ കോളേജുകൾ എല്ലാം സ്വന്തമാക്കി. നഗരഭൂമി, ഇപ്പോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന ഒരു കാര്യമുണ്ട്, മിച്ചഭൂമി. ഈ മിച്ചഭൂമി എന്ന് പറയുമ്പോ നഗരത്തിൽ മിച്ചഭൂമി ഇല്ല, എസ്റ്റേറ്റിൽ മിച്ചഭൂമി ഇല്ല. ഇത് നമ്മൾ കാണാതെ പോകരുത്. 4000 ഏക്കർ മുതൽ 14,000 ഏക്കർ വരെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ 4000 ഏക്കറുള്ള കൊട്ടുകാപ്പള്ളി ഫാമിലിക്ക് മിച്ചഭൂമിയില്ല. 14,000 ഏക്കറുള്ള AV തോമസിന് മിച്ചഭൂമിയില്ല. പക്ഷെ 12 ഏക്കർ കഴിഞ്ഞാൽ ഹിന്ദുവിന് മിച്ചഭൂമി ഉണ്ട്. ഈ നിയമം ആര് കൊണ്ടുവന്നു? ഈ നിയമം കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. അപ്പോ ആ രീതിയിൽ ഹിന്ദുവിന്റെ ഈ പറഞ്ഞ ഭൂമിയെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി മിച്ചഭൂമി എന്ന് പറയുന്ന
വളരെ മനോജ്ഞമെന്ന് പുറമേ തോന്നാവുന്ന ഒരു ഭരണപരിഷ്കാരം കൊണ്ടുവന്നപ്പോ എസ്റ്റേറ്റുകൾക്ക് മിച്ചഭൂമിയില്ല. കാരണം എസ്റ്റേറ്റുകളൊക്കെ ആരുടെയാ? എസ്റ്റേറ്റുകളൊക്കെ അഹിന്ദുക്കളുടെയാണ്. എസ്റ്റേറ്റുകൾക്ക് മിച്ചഭൂമിയില്ല. നഗരത്തില് ഭൂപരിധി ഉണ്ടോ? ഉദാഹരണം ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. 10 ഏക്കർ റബ്ബർ തോട്ടത്തിന് തുല്യമായിട്ടുള്ള, ഇപ്പൊ 12 ഏക്കർ റബ്ബർ തോട്ടം വന്നു കഴിഞ്ഞാൽ അത് എസ്റ്റേറ്റ് നിയമത്തിന് കീഴിലല്ല. 25 ഏക്കർ വരുമ്പോഴാണ് എസ്റ്റേറ്റ് ആകുക. പക്ഷെ 13 ഏക്കർ റബ്ബർ തോട്ടം വന്നാൽ 1 ഏക്കർ മിച്ചഭൂമി പോകും. ആ 13 ഏക്കർ റബ്ബർ തോട്ടം വിറ്റാൽ കിട്ടുന്ന പണം കൊണ്ട് നഗരത്തിൽ വാങ്ങുന്ന ഭൂമി എത്ര സെന്റ് ആണോ ആ സെന്റ് കണക്കാക്കി അത്രയും സെന്റിന് അധികമായ ഭൂമി നഗരത്തിൽ വന്നാൽ അത് മിച്ചഭൂമിയാണെന്ന് നിയമം ഉണ്ടാക്കാത്തത് എന്താ? NSSന്റെ പഴയ ജനറൽ സെക്രട്ടറി കിടങ്ങൂർ ഗോപാലകൃഷ്ണമുള്ള ഒരിക്കൽ ഈ ചോദ്യം ചോദിച്ചതാ. ആരും മറുപടി ഒന്നും പറഞ്ഞില്ല, അവഗണിച്ചു. അപ്പോൾ വേണ്ടിടത്തൊക്കെ നിയമം വേണ്ടവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക സംവിധാനം, രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. കേരളത്തിൽ സ്കൂളുകളിൽ ചരിത്രം പഠിപ്പിക്കുമ്പോൾ മലബാർ കലാപത്തിന്റെ ചരിത്രം ഒന്ന് പഠിപ്പിക്കുക, സത്യസന്ധമായിട്ട് പഠിപ്പിക്കുക. അതിനകത്ത് മാധവൻ നായരുടെ പുസ്തകം അതിനെ പഠിക്കാൻ വേണ്ടി എടുക്കുക, പാഠപുസ്തകമായിട്ട് അംഗീകരിക്കുക. അത് സ്കൂളിൽ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ സെക്കൻഡ് പേപ്പറും ഡിഗ്രിക്ക് അത് മെയിൻ ആയിട്ടും വെച്ച് പഠിപ്പിച്ചാൽ മതി. പഠിപ്പിക്കാൻ പറ്റും. അതല്ലെങ്കിലും വേണ്ട സാറേ, മാധവൻ നായരുടെ പുസ്തകം എടുത്തിട്ടില്ലെങ്കിലും വേണ്ട. ഹിച്ച്കോക്ക് 1922 എഴുതിയിട്ടുണ്ടല്ലോ ദി മാപ്പിള റെബല്യൻ, അതെടുത്താലും മതി. അത് മതി. ഇംഗ്ലീഷ് സ്കൂളിൽ CBSE അത് പഠിപ്പിക്കാം. ദി മാപ്പിള റെബല്യൻ ഇംഗ്ലീഷ് പഠിച്ചോട്ടെ, ഇംഗ്ലീഷിൽ പഠിച്ചോട്ടെ. കുമാരനാശാന്റെയും പറ്റില്ല സർ. മലബാറിന്റെ ചരിത്രം സമീപകാല ചരിത്രമാണ്. 10,000 കൊല്ലം മുമ്പുള്ള ഐതിഹ്യവും കേട്ടുകേഴ്വിയൊന്നുമല്ല. വസ്തുനിഷ്ഠമായ തെളിവുകളുടെ, ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ചരിത്രം എന്താ പഠിപ്പിക്കാത്തത്? അപ്പൊ മലബാറിന്റെ ചരിത്രം പഠിപ്പിക്കാത്ത എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് മുഗളന്മാരുടെ ചരിത്രം പഠിപ്പിക്കാത്തത്? അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സത്യത്തിന്റെ മുഖത്തിന് നേരെ കണ്ണാടി പിടിക്കാവുന്നത് പോലെ കേരളത്തിന്റെ ചരിത്രം പഠിപ്പിക്കട്ടെ, മലബാറിന്റെ ചരിത്രം പഠിപ്പിക്കട്ടെ, ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും ചരിത്രം പഠിപ്പിക്കട്ടെ. അപ്പോൾ ഈ വസ്തുതയുടെ സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇത് പറയുമ്പോൾ നമ്മൾ വർഗീയവാദികളാവും. യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് പറയാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിയമങ്ങൾ, അതുപോലെ വലിയൊരു വിഷയമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ്. OBCക്കകത്ത് എങ്ങനെയാണ് മുസ്ലിം കയറിയത്? OBCക്കകത്ത് എങ്ങനെയാണ് ക്രിസ്ത്യാനി കയറിയത്? 40 ക്രിസ്ത്യൻ സമുദായങ്ങൾ OBCക്കകത്ത് കയറി, 28 മുസ്ലിം ജാതികൾ OBCക്കകത്ത് കയറി. ഇതെങ്ങനെയാ കയറിയത്? കാരണം ഈ ജാതിപരമായ വിവേചനം അനുഭവിക്കുന്ന ഹിന്ദുക്കൾക്കിടയിൽ മാത്രമുള്ള സംവരണം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അനുകൂലമാക്കി കൊടുത്തത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ്. അതിനൊക്കെ കാരണം ഈ സംഘടിത വോട്ടാണ്. അപ്പോൾ സത്യസന്ധമായിട്ട് നമ്മുടെ ഭരണഘടനയെയും സത്യസന്ധമായി നമ്മുടെ ചരിത്രത്തെയും പാഠപുസ്തകമാക്കാൻ തയ്യാറുണ്ടോ സ്കൂളിലും കോളേജിലും? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കാര്യം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളും. പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള ആർജവവും കാണിക്കാനുള്ള ഭരണകൂടങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതെ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാവില്ല. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് വസ്തുതകൾ അറിയാം. പക്ഷേ മാധ്യമങ്ങളും പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളും, ഇപ്പൊ DC ബുക്സ് പോലെയുള്ളവരും ഒക്കെ സത്യത്തെ പുറത്തു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ അടുത്ത തലമുറയെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതൊന്നുമില്ല, ഇവരിതൊന്നും ചെയ്യില്ല എങ്കിൽ നമ്മൾ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ സത്യങ്ങൾ തുറന്നു പറയുകയും അതിശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ കൃത്യമായി നമുക്ക് ഇത് ജനങ്ങളിലേക്ക് കൊടുക്കാൻ കഴിയും. എനിക്ക് നമ്മുടെ ബൈജുവിനോടും ടീച്ചറിനോടും പറയാനുള്ള ഒരു അഭ്യർത്ഥന, വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി, നമ്മൾ വൈകാരികമായിട്ടൊന്നും പോകണ്ട, വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി ആധികാരികമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ മലബാർ കലാപത്തിന്റെ ചരിത്രം, മലബാറിന്റെ ചരിത്രം ഖണ്ഡശ നമ്മൾ കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഒന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ ചരിത്രം തന്നെ തകിടം മറിയും. ഇവർ കെട്ടിവെച്ചിരിക്കുന്ന ഈ തടയണകളൊക്കെ തന്നെ നമുക്ക് പൊളിച്ചു നീക്കാൻ പറ്റും. സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ മക്കൾ വരട്ടെ. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം അവർ ഇട്ടത്തുകൂടി നടന്നുവെങ്കിൽ അത് നമ്മുടെ തെറ്റാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അവരെ പ്രകാശത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകളും പ്രോഗ്രാമുകൾ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി ചാനൽ ചരിത്രത്തെ ആവിഷ്കരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ അത്രയുള്ള സാമ്പത്തികം നമുക്കില്ലെങ്കിലും സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മലബാർ കലാപത്തിന്റെ ചരിത്രം ഒന്ന് പുനരാവിഷ്കരിക്കാൻ തയ്യാറായാൽ
ഇന്നുള്ള ഞാനിപ്പോ ബൈജുവിനോട് പറയാണ്, ഇന്നുള്ള ഈ 5 ലക്ഷം ചിലപ്പോൾ 50 ലക്ഷം ആവും. ആ ഒരു സീരിയൽ അവസാനിക്കുന്നതിന് മുമ്പ് 50 ലക്ഷം ആവും. കേരളത്തിന്റെ ചരിത്രത്തിന്റെ യഥാർത്ഥ ചിത്രം ജനങ്ങൾ കാണുകയും ചെയ്യും. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു സജഷൻ. ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട് സാറേ. അതായത് ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കപ്പെട്ട ചരിത്രം പഠിക്കേണ്ടി വന്ന ഹതഭാഗ്യരാണ് നമ്മൾ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് നേർക്കുനേരെ ചരിത്രത്തിലൂടെ ഒരു സഞ്ചാരം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം മുഗളന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസിനെയും കുറിച്ചും. ഇതുവരെ ചരിത്രത്തിൽ മൂടിക്കിടക്കുന്നതൊക്കെ നമ്മൾ മറനീക്കി പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടെങ്കിൽ അത് വിജയകരമായി. ടിപ്പു എങ്ങനെയാണ് വികലാംഗനായി മാറിയത് എന്ന ചരിത്രം കൂടെ കൂട്ടിച്ചേർക്കണം. എന്താ സാർ പറഞ്ഞോളൂ, സാർ പറഞ്ഞോളൂ. അല്ല, ഞാന് 1921 ഒരു ചരിത്രം പറയാൻ പോയിട്ട് അനുഭവിച്ച അനുഭവം 3 കൊല്ലമാണ്. ഈ പറയുന്ന BJP ഗവൺമെന്റ് ഭരിക്കുന്നിടത്ത് അതിന്റെ ഈ പറയുന്ന സുന്നത്ത് അല്ലെങ്കിൽ മതപരിവർത്തനത്തിന്റെ രീതി മുഴുവനും സെൻസർ ബോർഡ് എന്റെ മുമ്പിൽ വെച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരാള്, ജയസൂര്യ മനസ്സിലാക്കണം, ഇതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത്, ഈ പടം കാണരുത് എന്ന് പറഞ്ഞത് നമ്മുടെ BJP നേതാക്കളാ. അതറിയൂ? അതൊന്നു പറയുകയാണ്, എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് രാഷ്ട്രീയപരമായ മാറ്റം ഇവിടെ സൃഷ്ടിക്കാൻ പാടില്ല. എന്തിനാണ് ഈ ഒന്നും വേണ്ട. ഇപ്പൊ ഈ മലപ്പുറം ജില്ലയില് പെട്ട് തന്നെയല്ലേ നമ്മുടെ ഈ എന്താ നോളജ് സിറ്റി, എറുപല്ല അനക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഇത് ചരിത്രമാക്കുകയാണെങ്കിൽ ടീച്ചറും ഞാനും നിങ്ങളെ കൂടി ചരിത്രമാക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ തല പോകുന്നേ ഉള്ളൂ, കാണില്ല. ഇപ്പൊ നമ്മൾ അരച്ചൊക്കെ വാര്യംകുന്തൻ എന്ന് പറഞ്ഞത് വയസ്സനാണെന്നും മാധവൻ നായർ ചിലപ്പോ പല്ലുണ്ടോ എന്ന് സംശയമായിരുന്നു എന്ന് പ്രകടിപ്പിച്ച ഈ വാര്യംകുന്തൻ ഇപ്പൊ മസിൽമാനാക്കി കൊണ്ടുവന്നില്ലേ? അപ്പൊ വാര്യംകുന്തന്റെ ചിത്രം ഒന്ന് നിങ്ങൾ എൻസൈക്ലോപീഡിയയിൽ അടിച്ചു നോക്കിയാൽ നല്ല മസിൽ ഇങ്ങനെ പെരിപ്പിച്ച് നിൽക്കുന്ന വാര്യംകുന്തനാക്കിയില്ലേ? കേരളത്തിന്റെ ചരിത്രം നമ്മൾ പറയുന്നത് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇതൊക്കെ മാഞ്ഞു പോയപ്പോഴും ഉണ്ടായിരുന്നവര് നമ്മളെ കുറെ ആൾക്കാരാണ്. ഇപ്പോഴും കണ്ണടയ്ക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഭാഗം ആളുകൾ വളർത്തിക്കൊണ്ട് വരുന്ന പ്രസ്ഥാനങ്ങൾ എല്ലാ നിയമങ്ങളും ഖണ്ഡിച്ചുമുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന് ഇടപെടാവുന്ന നിയമമുണ്ട്, അവിടെ പോലും ചെയ്യാതെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് CBSE മലബാർ ചരിത്രം കാർഷിക വിപ്ലവമാണ്. 8ാം ക്ലാസ്സിലെ CBSE പുസ്തകത്തിൽ ഇന്നും മലബാർ കലാപം 10 വർഷം കഴിഞ്ഞില്ലേ മോദി വന്നിട്ട്? 11ാമത്തെ വർഷം ആവുന്നു. എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. കാരണം ഈ രാഷ്ട്രീയ പ്രീണനം എന്ന് പറയുമ്പോൾ ഈ 2 കക്ഷികളല്ല, ഇപ്പൊ 3ാമതൊരു കക്ഷി കൂടി അതിലുണ്ടെന്ന് പറയേണ്ടി വരും. അത് പറയേണ്ടി വരുമ്പോൾ നമ്മൾ ഈ വിഭജിക്കപ്പെട്ട ഒരു സമൂഹമായി ഹിന്ദു സമൂഹം മാറിയിട്ട് ഈ ഹിന്ദു സമൂഹത്തിന്റെ റെപ്രസെന്റേഷൻ, ക്രിസ്ത്യാനികളിനെ പോട്ടെ, ഹിന്ദു സമൂഹത്തിന്റെ മലബാറിലെ റെപ്രസെന്റേഷൻ ആർക്കാണ്? ഒരു രാഷ്ട്രീയക്കാരും ഇതിൽ നിൽക്കില്ല. ഞാനത് പറയുന്നത് സാംസ്കാരികപരമായിട്ട് ഈ ചരിത്രം കൂടെ നിൽക്കേണ്ടവര് ആദ്യം കുത്തും. ഇപ്പൊ കിട്ടുന്ന കുത്തല എല്ലാം വൈകി കിട്ടുക. കുത്തല എല്ലാ ഭാഗത്തും വരും ടീച്ചറെ, ഒരാളും സഹായിക്കാണ്ടാവില്ല. നെട്ടോട്ടോടെ 10 ലക്ഷം രൂപയാണ് ഞാൻ ഇതൊന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട്, ഈ മുറിച്ചു മാറ്റിയ ചരിത്രം പുറത്തിറക്കാൻ വേണ്ടി 10 ലക്ഷം രൂപയാണ് ഞാൻ ചെലവാക്കിയത്. ബോംബെയും കേരളമായിട്ട് ഓടിയത്. ഇത് മുടക്കാൻ വേണ്ടി ശ്രമിച്ചത് ആരാണ്? അതാലോചിക്കണം. ഇതിന് ആദ്യം അള്ളു വെച്ചത് ആരാണ്? ഈ മലബാർ ചരിത്രം പുറത്തു വരുന്നപ്പെട്ട് പാർവതിയായിരുന്നു സെൻസർ ബോർഡില്. ഈ പാർവതി ആരാക്കിയത്? സുരേന്ദ്രനും മുരളീധരനും അല്ലേ? കമാന്ന് മിണ്ടിയോ? കമാന്ന് മിണ്ടിയില്ല. ചരിത്രം അവിടെയാണ്. ഇപ്പൊ മലബാറിന്റെ ഒരു ഇത് പറയുമ്പോ ഈ പറയുന്ന രാഷ്ട്രീയമൊക്കെ ഒരു വശത്തേക്ക് അങ്ങോട്ട് മാറും. നിങ്ങൾ എന്തിനാണ് പറയുന്നത് ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്താവശ്യമായിട്ടാണ് പറയുന്നത്? കാരണം തക്കിയയിൽ നിൽക്കണം.
മലബാറിൽ നിന്ന് വരുന്ന തക്കിയ രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങൾ ഒഴിവാക്കാം. പറയാ അല്ല ഈ വിഷയത്തിലുള്ള ഒരു പ്രശ്നം അതാണ്. അതായത് സാമ്പത്തിക സ്രോതസ്, ബൈജു, മലബാറിലെ സാമ്പത്തിക സ്രോതസ്സാണ് ഇന്ന് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നത്. എല്ലാ രാഷ്ട്രീയവും നിൽക്കുമ്പോഴും എല്ലാ രാഷ്ട്രീയത്തിനും സാമ്പത്തികമാണ്. ഞാൻ BJP എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ഏത് രാഷ്ട്രീയം നിലകൊള്ളുമ്പോൾ അവിടെ ഒരു പണത്തിന്റെ ആധിപത്യമുണ്ട്. ആ പണത്തിന്റെ ആധിപത്യം ഇന്ന് ബൈജു എടുക്കൂ. ഇന്ന് മീഡിയയിൽ ഏറ്റവും കൂടുതൽ പരസ്യം വരുന്നത് ആരാണ്? മലബാർ ഗോൾഡ് മുതൽ ആണല്ലോ. അപ്പൊ മാധ്യമം ആർക്ക് വേണ്ടി നിൽക്കും? ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് എവിടെ നിന്നാണ്? ഇതേ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നാണ്. നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. അപ്പൊ ഇങ്ങനെ ഒരു സാമ്പത്തിക സ്രോതസ് മലബാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മലബാറിലെ MP MLA-മാരൊക്കെ ആരാണ്? നീ ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് ലുലു മുതലാളിക്കാണല്ലോ. ഏത് ഗവൺമെന്റ് വന്നാലും മോദിജി ആണെങ്കിലും ശരിയല്ലേ? അപ്പൊ മലബാറിന്റെ സാമ്പത്തിക സ്വാധീനം, ആ സാമ്പത്തിക സ്വാധീനം ഉണ്ടാകുമ്പോ അത് രാഷ്ട്രീയത്തെയും ബാധിക്കും. ഞാനൊരു സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ രാഷ്ട്രീയത്തിന്റെ ബാധിക്കും. അപ്പൊ ഈ രാഷ്ട്രീയ ഈ പറയുന്ന ഇത്ര കാലമായിട്ടും നമുക്ക് ഇത്രയൊക്കെ അധികാരം കിട്ടിയിട്ടും ഈ മലബാറിന്റെ അതല്ലെങ്കിൽ ഈ മാപ്പിള ലഹളയുടെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? അവിടെ ചില നീക്കുപോക്കുകൾ എല്ലാവരും നടത്തുന്നുണ്ട്. ആ നീക്കുപോക്കുകൾ കൊണ്ടാണ് മലബാറിന്റെ ചരിത്രം കുട്ടികൾ പഠിക്കാതെ പോകുന്നത്. ഇത് കാണേണ്ടതാണ്, ഇത് കാണിക്കേണ്ടതാണ് എന്ന് പറയാൻ ആരുണ്ട്? സമൂഹം അങ്ങനെ. ഇപ്പൊ നമ്മള് മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ മലപ്പുറത്തിന്റെ ഈ ചരിത്ര വഴികളിലൂടെ വരണം. ആ ചരിത്ര വഴികളിലൂടെ വരുമ്പോ അടുത്ത കാലത്ത് ഒരു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ഞാൻ പോയിരുന്നു. ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി അവിടുത്തെ കിണർ വൃത്തിയാക്കിയപ്പോ 48 തലയോട്ടികളാണ് കിണറ്റിനകത്ത് കിട്ടിയത്. ബൈജുവിനറിയാം. 48 തലയോട്ടികൾ. ഒന്നും ഒരു അന്വേഷണം ഒന്നും പറഞ്ഞിട്ട് ഒരു വാർത്ത പോലും വരാതെ അതിനെ എടുത്ത് സംസ്കാരം ചെയ്ത് അടക്കി. അങ്ങനെ ഒന്ന് ചെന്ന് നോക്കൂ. ഈ മലബാറിന്റെ ഓരോ മൂലയിലും പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിന്റെ ഭൂമി എവിടെ പോയി, ആ ക്ഷേത്രത്തിനകത്ത് കൊല്ലപ്പെട്ടവർ എത്ര പേര്, ഇതൊന്നും ചരിത്രമില്ല. ഇന്നും നമ്മൾ മഞ്ചേരി ചെന്നാൽ, മഞ്ചേരി തറവാടുകളിലേക്ക് ചെന്നാൽ ഈ വെട്ടുകൊണ്ട് ആഴ്ന്നിറങ്ങിയ പാടുകൾ അവിടെയുണ്ട്, ഇല്ലേ? അപ്പന്നപുരാന്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് അന്ന് വെട്ടിയ പാടുകൾ, മാപ്പിളകാര് വെട്ടിയ പാടുകൾ ഇപ്പോഴും ഉണ്ട്. എന്തേ പ്രസിദ്ധീകരിക്കാൻ മടി? എന്തേ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ മടി? എന്തേ ചർച്ച ചെയ്യപ്പെടാത്തത്? ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും ഭയമാണ്. ഞങ്ങൾ ആരെ വിശ്വസിച്ചിട്ട് അതൊക്കെ പറയേണ്ടത്? ഞങ്ങൾ ആരെ വിശ്വസിച്ചു? ഈ നിലമ്പൂർ കോവിലകത്തിന്റെ കഴിഞ്ഞ വർഷം നിലമ്പൂർ കോവിലകത്തിന്റെ ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയിരുന്നു. അത് ഉള്ളിലേക്ക് കയറി പകർത്താനുള്ള പെർമിഷൻ കിട്ടാത്തത് കൊണ്ട് പുറത്തുനിന്ന് ഞാൻ പകർത്തിയിരുന്നു. കാരണം നിലമ്പൂർ കോവിലകത്തിന്റെ വളപ്പിനുള്ളിൽ ഇപ്പോൾ ഒരു മുസ്ലിം പള്ളി വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇന്നിപ്പോ കോവിലകത്തിന്റെ അനന്തരാവകാശികളൊക്കെ ഇത് ഇട്ടെറിഞ്ഞ് ഓടിയ പോലെയാണ് പോയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ വീഡിയോ നമ്മുടെ ചാനലിൽ എന്റെ നാടായതുകൊണ്ട് ഞാനത് പകർത്തി ജസ്റ്റ് ഒന്ന് ഇട്ടപ്പോഴേക്കും കോവിലകത്തെ തമ്പ്രാക്കന്മാർ വ്യത്യസ്ത രീതിയിൽ ഭീഷണിയുമായിട്ടാണ് വിളിച്ചത്. അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഭയങ്കര ഭയമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിയാൽ പോലും. മലബാർ കലാപത്തിൽ 12 പേര് കൊല്ലപ്പെട്ടത് ആദ്യം ഈ നിലമ്പൂർ കോവിലകത്താണ്, അല്ലേ? അവിടുന്ന് ആ തുടക്കം. 12 പേര് കൊല്ലപ്പെടുന്നത് നിലമ്പൂർ കോവിലകത്താ. അവിടെ ചെന്ന് ഞാൻ പെർമിഷൻ ചോദിച്ചതാ ഷൂട്ടിങ്ങിന്, പറ്റില്ല, കിട്ടി. ഇന്ന് മാത്രമല്ല സർ, ഇന്ന് നിലമ്പൂരിന്റെ ഒരു ഉത്സവമായിരുന്നു ഈ നിലമ്പൂർ കോവിലകമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആ ക്ഷേത്രവുമായിട്ട്, വേട്ടക്കരമകൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുത്സവം ഇന്നിപ്പോൾ നിലമ്പൂർ സിറ്റിയിൽ ടൗണിലേക്ക് മാറ്റിയിട്ട് നിലമ്പൂർ ഫെസ്റ്റ് ആക്കി മാറ്റി. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അതങ്ങോട്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിനല്ല ഇന്ന് പ്രാധാന്യം, അവിടെ ആടിപ്പാടി തിമർക്കുന്ന ലഹരി മാഫിയകളെ കൊണ്ട് തഴച്ചു വളരുന്ന മാഫിയകൾക്കാണ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് മറ്റേ ബോംബ് പൊട്ടിയത്, ക്ഷേത്രത്തിന്റെ ബോംബ് പൊട്ടിയത് നിലമ്പൂരില്ലേ? അത് ഇന്നും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ച് 2 പ്രാവശ്യം ക്ഷേത്രം കത്തിപ്പോയതല്ലേ ഈ കോവിലകത്തിന്റെ ക്ഷേത്രം? ആരെങ്കിലും പറയുമോ? ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ ഭരിക്കുന്നത്.
3000-4000 ഏക്കർ ഉണ്ടായിരുന്നത് ഇപ്പൊ 300 ഏക്കറിലേക്ക് മാറി. ഞാൻ പോയി അവിടുത്തെ ഈ അറപ്പുരയൊക്കെ ദ്രവിച്ച് ചെതല് തിന്ന് ഇല്ലാണ്ടായി. ആർക്ക് വേണം? അപ്പൊ ചില കാര്യങ്ങൾ പറയുമ്പം നമ്മളിത് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ പറയുമ്പോ ഈ വിഷയം പറഞ്ഞ് നാളെ മുതൽ എനിക്ക് ബൈജുവിനും എനിക്കൊക്കെ നമ്മൾ മലപ്പുറത്തെ കുറിച്ച് സംസാരിച്ചല്ലോ. എന്തായിരിക്കും അവസ്ഥ? ഇതിന്റെ അടിയിൽ വരുന്ന ഇത് കാണണം. ഇതിന്റെ അടിയിൽ വരുന്ന നമ്മൾ അനുഭവിക്കാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ചരിത്രം പറയാൻ വേണ്ടി പോയിട്ട് ഇപ്പൊ മലബാറിന്റെ ചരിത്രം ഈ പറയുന്ന ഖണ്ഡശ ഉണ്ടാക്കിയിട്ടും അതിന്റെ ആ തീഷ്ണതയോടുകൂടി ഇപ്പൊ ജനൻ ടി വി സീരീസ് ചെയ്തു. സിജു കടത്തെടുത്ത് സീരീസ് ചെയ്തു. പക്ഷെ എന്ത് പറ്റി? അതിന്റെ ഒരു അപ്പുറത്തേക്ക് കിടക്കാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ ജനൻ ടി വിക്ക് കഴിഞ്ഞില്ല. ജനൻ ടി വി പോലെ ഒരു ചാനലിന് കഴിയുന്നില്ല. കേരള ശബ്ദമാണ് ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിരുന്നത്. ലാസ്റ്റ് മലബാർ ചരിത്രത്തിലെ ഈ പറയുന്ന വെട്ടും കൊലയും കുറിച്ച് അന്ന് പങ്കെടുത്ത ആളുകളുടെ ചരിത്രം കേരള ശബ്ദം പ്രസിദ്ധീകരിച്ചു. അതിനെപ്പോലും ഇപ്പം എന്തായി? കുമാരനാശൻ എങ്ങനെയാ കൊല്ലപ്പെട്ടത്? കൊല്ലപ്പെട്ടെന്ന് പറയണ്ടേ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് കൊല്ലപ്പെട്ടതെന്നാ പറയാൻ പറ്റുള്ളൂ. യാത്ര ചെയ്ത ആളെങ്ങനെ എഞ്ചിൻ റൂമിന്റെ അകത്ത് കയറുന്നു? ആരും അന്വേഷിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ദുരവസ്ഥ തന്നെയാണ്. ദുരവസ്ഥ പറഞ്ഞത് കൊണ്ടാണ് കുമാരനാശാൻ ഇല്ലാണ്ടായത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ മലബാറിന്റെ സമൂഹം വൃത്തികെട്ടവനായിട്ട് എന്നെ കണക്കാക്കുന്നതിന്റെ കാരണം എന്താ? ഈ പറയുന്ന വാര്യംകുന്നൻ ഒന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവര് പൊക്കിക്കൊണ്ടുവന്ന് ഈ 100ാം വാർഷികം ഭയങ്കര പൊക്കിക്കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുവരുമ്പം ഈ പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന ആ സിനിമയാണ് മലബാറിന്റെ ഈ രണ്ടാമത് ചരിത്രം ചർച്ച ചെയ്യപ്പെട്ടത്. 1 വർഷം ചർച്ച ചെയ്യപ്പെട്ടു. ഈ ലേഖനം ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ PDF ജനങ്ങൾക്ക് മുഴുവൻ അങ്ങോട്ടും കൂടി ഒഴുകി നടന്നു. മുഴുവൻ ആളുകൾ വായിച്ചു. നമ്മൾ സിനിമ എത്ര പേര് കണ്ടു എന്നുള്ളതല്ല, പക്ഷെ ആ സിനിമ കൊണ്ട് ഉണ്ടായതെന്താണ്? ഈ ചരിത്രം ഇന്നത്തെ കുട്ടികൾ മുഴുവൻ പഠിച്ചു. ഈ ബസ്സിലുള്ള ആളെ കൊണ്ടുവന്നിട്ട് സംഗതി പൊന്തിയില്ല. ആരാണ് വാര്യംകുന്നൻ? പേടിത്തൊണ്ടനായ വാര്യംകുന്നൻ ആരാണെന്ന് ജനം ബോധ്യപ്പെട്ടു. അതോടുകൂടി അത് തീർന്നു. അപ്പൊ നമ്മള് വ്യക്തിപരമായിട്ട് മുന്നോട്ട് പോയാലേ നടക്കുള്ളൂ. ഒരു സഹായം ഒന്നും കിട്ടില്ല ഈ ചരിത്രം പറയുമ്പോൾ. ശരിയാണ്. രാമസിംഹൻ പറഞ്ഞത് വളരെ ശരിയാണ്. ചരിത്രം സത്യസന്ധമായി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി മുന്നോട്ട് പോകാനേ പറ്റൂ. സംഘടനാപരമായി, ഗവൺമെന്റ് പരമായി, പാർട്ടി പരമായി ആരെങ്കിലും സഹായിക്കും എന്ന് കരുതുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. രാമസിംഹന്റെ അനുഭവം പറഞ്ഞപ്പോ ഞാനിപ്പോ തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചില ഉദ്യമങ്ങൾ നടത്തിയതിന്റെ പേരിൽ എനിക്കും വളരെ ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നുകൂടെ തുറന്നു പറയാം, പുറത്തുനിന്നല്ല, അകത്തുനിന്ന്. അകത്തുനിന്നാ വരുന്നത്. എന്നോട് തന്നു ചോദിച്ചത് നിങ്ങൾ ഈ മുസ്ലിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു പാലമായിരിക്കൂ എന്നാണ് എന്റെ അടുത്തൊരു നേതാവ് പറഞ്ഞത്. നമുക്ക് ആശയപരമായിട്ട് സത്യസന്ധമായിട്ട് പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റില്ല. അതല്ല ജി, അങ്ങനെ നമുക്കങ്ങ് വഴങ്ങി കൊടുത്തിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? യഥാർത്ഥ ചരിത്രം ചെകഞ്ഞെടുക്കണ്ടേ? നമ്മൾ ഫൈറ്റേഴ്സ് അല്ലേ? നമുക്ക് ചെയ്യാം. ടീച്ചറെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് തന്നെയല്ലേ? ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അത് തന്നെയല്ലേ? ഇപ്പൊ ടീച്ചർ മെനക്കെടുന്നു, ഞാൻ മെനക്കെടുന്നു, ഇവിടുത്തെ എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള വിഭാഗങ്ങൾ വന്നു. എന്താണ് ഇസ്ലാമിക് തീവ്രവാദം എന്ന് പഠിപ്പിച്ചത് മറ്റാരെക്കാളും ഈ പറഞ്ഞ എക്സ് മുസ്ലിംസും ഈ രാമസിംഹനും ഒക്കെ തന്നെയാണ്. 10-20 വർഷമായില്ല നമ്മൾ തുടങ്ങിയിട്ട്. ആ 20 വർഷത്തിന്റെ മാറ്റമാണ് ഇപ്പൊ കേരളത്തില് ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ പരിപാടികൾക്ക് പങ്കെടുക്കുന്നത്. അതല്ലെങ്കിൽ ഇതിന് പ്രേക്ഷകരെ കിട്ടുന്നത്. ഇപ്പൊ ആരിഫ് ഹുസൈന്റെ കോയ കോളിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രോഗ്രാം പോലും എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് എന്നുള്ളത് അവിടെ വരുന്ന മുസ്ലിങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. തെറി പറയുന്നവർ മാത്രമല്ല വരുന്നത്, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറയുന്ന ഒരു ആധുനിക സമൂഹവും വരുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പുറത്ത് കുറച്ച് ആൾക്കാർ ഇത് ശബ്ദം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് സമൂഹത്തിൽ മാറ്റം വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറയുമ്പോൾ, നമുക്ക് ഒരു ദുരിതം വരുമ്പോഴോ ആക്രമണം വരുമ്പോഴോ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. അല്ല, അവിടെ രാമസിംഹൻ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അങ്ങ് പറയുന്ന ഈ വസ്തുതകൾ ഒരു 4.5 പതിറ്റാണ്ട് മുമ്പ് അനുഭവിച്ച അനുഭവമുള്ള ആളാണ് ഞാൻ.
ഞങ്ങളൊക്കെ അന്ന് RSSന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് 50 കൊല്ലം മുമ്പാ. അന്ന് നാട്ടിൽ ആരുമില്ല നമ്മൾ അനുകൂലിക്കാൻ, വീട്ടിലാരുമില്ല അനുകൂലിക്കാൻ. നാട്ടിലും വീട്ടിലും ആരുമില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ ആദർശപരമായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് വരുന്നത് വരട്ടെ. അന്ന് നമ്മുടെ കയ്യിൽ പണമില്ല, അന്ന് പോലീസ് ഇല്ല, അധികാരമില്ല, കേന്ദ്രഭരണമില്ല, മീഡിയ ഇല്ല, ഒന്നുമില്ല, അജ്ഞാതമാണ്. ആ കാലത്ത് ഇറങ്ങിത്തിരിച്ചതിന്റെ കരുത്തുകൊണ്ടാണ് രാമസിംഹൻജി ഞാനിപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത്, ഇപ്പോഴും ഇങ്ങനെ പ്രവർത്തിക്കാൻ ധൈര്യം കാണിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് ഒറ്റയ്ക്ക് പോകാം, നമുക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട. മലബാറിന്റെ ഈ 21ന്റെ ചരിത്രം ഏറ്റവും നന്നായി അറിയുന്ന ഒരാള് ഇപ്പം നമ്മുടെ ചിദാനന്ദപുരി സ്വാമിജിയുടെ ആശ്രമത്തിലുണ്ട്, വാസുവേട്ടൻ അവിടെ എല്ലാം പഠിച്ചതാണ്. എന്തിനാണ് ഇപ്പൊ രാമസിംഹനെ പോലും ജനങ്ങൾ അറിയും. രാമസിംഹൻ ആരാണെന്ന് അറിയുന്നത് ഞാൻ ആ പേരെടുത്തിട്ടുണ്ടാ. അതിന്റെ മുന്നേ രാമസിംഹനെ അറിയില്ല. ആരാണ് രാമസിംഹൻ? ആദ്യത്തെ കൊലപാതകല്ലേ, ഇസ്ലാമിസ്റ്റുകളുടെ ആദ്യത്തെ നിഷ്ഠൂരമായ വധമല്ലേ രാമസിംഹന്റെ. അപ്പൊ നമ്മളിത് എടുത്തിടുന്നത്, ഇപ്പൊ എനിക്ക് വേറെ എത്ര പേരുണ്ടായിരുന്നല്ലോ, രാമണ്ണ, കൃഷ്ണനോ, എന്തോ പേരിടാം. പക്ഷെ രാമസിംഹനെ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ജനങ്ങൾ, കുട്ടികൾ അന്വേഷിക്കണം, ആരാണ് ഈ രാമസിംഹൻ. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ കർമ്മം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതാണ്. ഈ ചർച്ച തന്നെയാണ് ഏറ്റവും വലുത്. ഇന്ന് മലബാറിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, കഴിഞ്ഞ ഒരു ബൈജുയുടെ ഇതിൽ തന്നെ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ ഫേസ്ബുക്കിലും ഈ നവമാധ്യമങ്ങളിൽ ഇട്ട് അലക്കാൻ എളുപ്പമാണ്. ഞാൻ അതിന് അപ്പുറത്തിന്റെ മറുപടി, നവമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ സംവദിക്കുന്നത് 10,000-കണക്കിന് ആൾക്കാരോടാണ്. അത് ലക്ഷക്കണക്കിലേക്ക് എത്തും ഒരു അതേസമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് നേരെ ടൗണിലേക്ക് പോയിട്ട് 10 ആൾ കൂടി മീറ്റിംഗ് പറഞ്ഞാൽ 10 പേരെ കേൾക്കുള്ളൂ. അപ്പം ആധുനികത എന്ന് പറഞ്ഞാൽ ആ മാധ്യമത്തെ നമ്മൾ യൂസ് ചെയ്യണം. ചരിത്രത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങളെ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന, എനിക്ക് ബ്ലോക്ക് കിട്ടുന്നു, വൈദ്യുതി ബ്ലോക്ക് കിട്ടുന്നു, കേസ് വരുന്നു, നിരന്തരമായ ബ്ലോക്ക് കിട്ടുന്നു. ഞാനിപ്പോ 4 യൂട്യൂബ് തുടങ്ങി, 3 ബ്ലോക്കായി, 4ാമത്തെ സ്റ്റുഡിയോ ഉണ്ടാക്കി ഇപ്പൊ നമ്മൾ തുടങ്ങാൻ വീണ്ടും പോവുകയാണ്. എന്റെ ഫേസ്ബുക്ക് 4 പോയി. അതെ ടീച്ചർ, എന്താണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? ഞാന് രാമസിംഹൻജി ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ 4-5 വർഷത്തിന് മുമ്പ് ജയസൂര്യൻ സാറെ എനിക്ക് ഒരു ജനകീയ കോടതിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടർ അരുൺകുമാർ മൊട്ട അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. അതിനകത്ത് ഞാനും ഒരു ഷുഹൈബുൽ ഹൈത്തമി എന്ന് പറയുന്ന ഒരു മുസ്ലിം പുരോഹിതനും, പിന്നെ ഞാൻ സംഘിയാണെന്ന് പറഞ്ഞ എന്റെ രാഷ്ട്രീയത്തെ എതിർക്കാൻ വേറൊരാളും, ഞാൻ ഒറ്റയ്ക്ക് അരുൺകുമാറും അവരുടെ പക്ഷത്തങ്ങ് ചേർന്നു. അങ്ങനെ ഡിബേറ്റ് വളരെ ഗംഭീരമായി പോയി. 1 മണിക്കൂറും ഏതാണ്ട് 10 മിനിറ്റോളം ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പോയത്, ഇസ്ലാം സമാധാനമാണോ, ആർക്കാണ് സമാധാനം നൽകുന്നത്, അതായിരുന്നു നമ്മുടെ ടൈറ്റിൽ. ഞാൻ അവസാനം വരെ ആ ടൈറ്റിലിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിച്ചു. അപ്പൊ ഒടുവില് എന്റെ എതിരാളിയായിരുന്ന മുസ്ലിം പുരോഹിതൻ, അത് പിന്നെ ഇസ്ലാമില് ചിത്രവധം ഇല്ല, അതൊക്കെ ഉള്ളത് ഹൈന്ദവ ക്രൈസ്തവ പുരോഹിത വർഗങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ അവരുടെ പുരാണങ്ങളിലൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഖുർആനിൽ ഇന്ന അധ്യായം ഇന്ന വചനത്തില് ചിത്രവധം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, എടുത്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വചനം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നിനും വിട്ടുകൊടുത്തില്ല, രാഷ്ട്രീയം പറഞ്ഞു. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് കമ്മിയാകാമെങ്കിൽ എനിക്ക് സംഖ്യയാകാം, ഇദ്ദേഹത്തിന് സുഡാപ്പിയുമാകാം, അതിനെന്താ ഇപ്പോഴുടെ പ്രശ്നം? ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാം, മതം ഉണ്ടെങ്കിൽ മതം, മതമില്ലെങ്കിൽ മതരാഹിത്യം, എല്ലാം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഒടുവില് ഈ ഡിബേറ്റ് അവസാനിക്കാതെ നീണ്ടുപോയി. ഞാൻ ഒരു പൊടിയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, പോയി. കുറെ കഴിഞ്ഞു, ഈ ഡിബേറ്റ് അങ്ങോട്ട് വരുന്നില്ല, ടെലികാസ്റ്റ് ചെയ്യുന്നില്ല, ഒത്തിരി കഴിഞ്ഞു. ഞാൻ പിന്നീട് മൊട്ട അരുണിനെ വിളിച്ചു, സാർ എന്ത് പറ്റി, ഇത് വരുന്നില്ല? ഞങ്ങൾക്ക് ഒരുപാട് സമ്മർദ്ദമുണ്ട് ടീച്ചറെ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങളൊരു 100ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണിത്. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്. ഞങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്താലേ ഇനി ഞങ്ങളുടെ സ്ഥാപനം ഇവിടെ ഉണ്ടാവത്തില്ല, ഒക്കെ സാധാരണക്കാരല്ലേ, ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചു പോകണ്ടേ. എവിടെ എത്തിയെന്ന് നോക്കിക്കേ. നമ്മളെ പ്രതിരോധിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളും സംവിധാനങ്ങളും പുരോഹിതരും സംഘടനകളും ഇവിടെയുണ്ട്. എന്നിട്ടും നമ്മുടെ നേർക്ക് നേരെ സത്യങ്ങൾ തുറന്നു പറയേണ്ടുന്ന മാധ്യമങ്ങൾ പോലും ഇങ്ങനെ ഭയന്ന നമ്മൾ എന്ത് ചെയ്യും? ഒരു രക്ഷയുമില്ല. സത്യത്തിന്റെ മുഖം വികൃതമാണ് എന്ന് പറയുന്നത് പോലെ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ ഗാന്ധിജി വളരെ നല്ല ആളാണ്, പക്ഷേ മലബാർ കലാപത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഡോക്ടർ അംബേദ്കർ നല്ലവരിൽ നല്ലവനാണ്, പക്ഷെ മലബാർ കലാപത്തെ കുറിച്ച് ആനി ബസന്റ് സൂപ്പർ ലേഡിയാണ്,
പക്ഷേ മലബാർ കലാപത്തെ കുറിച്ച് പറ്റില്ല. കുമാരനാശാൻ ഒക്കെ നല്ലതാണ്, നല്ല കവിയാണ്, പക്ഷെ മലബാർ കലാപത്തെ കുറിച്ച് പറ്റില്ല. ഉറൂബ് വളരെ നല്ല എഴുത്തുകാരനാ, മലബാർ കലാപത്തെ കുറിച്ച് കണ്ടോ? എല്ലാം നമുക്ക് അനുകൂലമായിട്ട് ആര് പറയുന്നോ അവരെ നമ്മൾ എടുക്കും. നമ്മുടെ ഈ തീവ്രവാദ ആശയങ്ങളെയും സ്വേച്ഛാധിപത്യത്തെയും ഈ മതവൽക്കരണത്തെയും ആരെതിർക്കുന്നോ അവരെ നമ്മൾ എതിർക്കും. അങ്ങനെ ഞമ്മന്റെ വാരിയംകുന്നൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറിച്ച്, മാപ്പിള ലഹളയെ കുറിച്ചുമൊക്കെ ഈ സത്യം ജനങ്ങളൊന്ന് അറിയണ്ടേ? ഒന്നും വേണ്ട, വാരിയംകുന്നന്റെ മരണമൊഴിയെങ്കിലും വായിച്ച് കരയുന്ന നമ്മുടെ സ്പീക്കറുടെ അവസ്ഥയൊന്ന് കണ്ടാ മതി. ഇപ്പൊ മലബാറ് പ്രത്യേകമായിട്ടൊരു സംസ്ഥാനമാക്കണമെന്ന് പറഞ്ഞത് SDPI അല്ല, തറവാടികളുടെ പാർട്ടി എന്നറിയപ്പെടുന്ന സംഘികൾ വരെ പ്രശംസിച്ചു കൊണ്ടു നടന്ന മുസ്ലിം ലീഗാണ്. ഈ മുസ്ലിം ലീഗാണ് ഒടുവില് അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചത്. ഇതേ മുസ്ലിം ലീഗാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ തിരൂരിൽ വരുന്നതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് എതിർത്തത്. ഇതേ മുസ്ലിം ലീഗാണ് ഇലക്ഷന് തിരഞ്ഞെടുപ്പ് സമയത്ത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായിട്ട് ഒരു ഡിങ്കോഡാൽഫി സെറ്റിൽമെന്റ് ചർച്ച നടത്തിയത്. ഇതേ മുസ്ലിം ലീഗ് തന്നെയാണ് മാറാട് വംശഹത്യക്ക് പിന്നിലും ഉണ്ടായിരുന്നത്. ഇതേ മുസ്ലിം ലീഗ് തന്നെയാണ് വ്യവസായ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ഞമ്മന്റെ ആൾക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി, സാമുദായിക ഉന്നമനത്തിനു വേണ്ടി ആ വകുപ്പുകളെല്ലാം ദുരുപയോഗം ചെയ്തത്. ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ നമ്മൾ ചങ്കി, നമ്മൾ ചാണകം. ശരിയെന്നേ, നമ്മൾ അങ്ങനെ ആകാൻ തയ്യാറാ. ഇതുപോലെയുള്ള ചർച്ചകൾ ഇനിയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുതിയൊരു സംരംഭത്തിലേക്ക് കടക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള രാമസിംഹൻജി ആണെങ്കിലും ജയസൂര്യൻ സാർ ആണെങ്കിലും നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം. കാരണം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പാതയാണ്. ടിപ്പു സുൽത്താന്റെ ഒക്കെ മതം മാറ്റ ചരിത്ര കഥകളും വീരസാഹസികതകളും ഒക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നാൽ പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. അതിന്റെ പേരിൽ ഇവര് നമ്മുടെ കുടുംബത്തെ ആയിരിക്കും ആദ്യം ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി അത്തരത്തിലൊരു ഉദ്യമം കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സാറിനോട് ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം.